കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആവർത്തന പുസ്തകം 20-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് വേണ്ടി ശത്രുക്കളോട് യുദ്ധം ചെയ്ത് നിങ്ങളെ രക്ഷിപ്പാൻ നിങ്ങളോട് കൂടെ പോരുന്നു എന്ന് അവരോട് പറയണം. ഇത് ദൈവം പുരോഹിതനോട് പറയുകയാണ്. ഇസ്രായേൽ ജനങ്ങൾ യുദ്ധത്തിന് പോകുമ്പോൾ, അവർ ഭയപ്പെട്ടു പോകുമ്പോൾ, എന്ന് പറഞ്ഞാൽ ശത്രുക്കളുടെ പക്കൽ അധികം ആളും അധിക പടബലവും ഇരിക്കുമ്പോൾ ഇസ്രായേൽ ജനങ്ങൾ കണ്ടത് ഭയപ്പെടരുത് എന്നും അവരെ മിസ്രൈമിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വന്ന ദൈവം അവരോട് കൂടെ ഇരിക്കുമെന്നും അവരെ വിളിച്ച് ഉറപ്പ് വരുത്തണമെന്ന് പുരോഹിതനോട് കർത്താവ് സംസാരിക്കുകയാണ്. അപ്പോൾ അവിടെ പുരോഹിതൻ പറയുകയാണ്, നിങ്ങൾ ശത്രുക്കളെ കാണുമ്പോൾ പേടിക്കരുത്, നടുങ്ങിപ്പോകരുത്, അധൈര്യപ്പെടരുത്, അവരെ കണ്ട് ഭ്രമിക്കുകയും അരുത് എന്ന് പറയുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലും നാം ദൈവത്തെ നോക്കി ഇറങ്ങിയ ആത്മീക ഒരു ഇസ്രായേലരാണ് നാം. നമ്മുടെ ജീവിതയാത്രയിൽ വരുന്ന വൻ കോളുകളും തിരമാലകളും വൻ പ്രയാസങ്ങളും കണ്ണുനീരുകളും താഴ്വരകളും നാം കാണുമ്പോൾ നാം ഇതിൽ മുങ്ങിപ്പോകുമോ, നാം ഇതിൽ വെന്ത് നീറിപ്പോകുമോ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം കൈവിട്ടു പോകുമോ എന്ന് നാം നീറിപ്പോകേണ്ട ആവശ്യമില്ല. കാരണം എന്തെന്ന് പറഞ്ഞാൽ വലിയ ശക്തിയോട് തൻ്റെ ജനത്തെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ച് കൊണ്ടുവന്ന ദൈവം ഇന്നും നമുക്ക് യഹോവയായി നമ്മോട് കൂടെ ഉണ്ട്. ആയതുകൊണ്ട് തന്നിൽ ആശ്രയിച്ചിരിക്കുന്ന മക്കൾക്ക് പട കെട്ടുന്നതും പടയ്ക്ക് പോകുന്നതും കർത്താവിൻ്റെ ദൂതന്മാരത്രേ. അതുകൊണ്ട് എൻ്റെ പ്രിയ ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ മാറി മാറി വരുന്ന കഷ്ടതകൾ, മാറി മാറി വരുന്ന കണ്ണുനീരുകൾ, ഒരിക്കലും തോരാതിരിക്കുന്ന വിഷമങ്ങൾ, ഇതെല്ലാം കണ്ട് നിങ്ങൾ പേടിച്ചു പോകുകയോ ഭയന്നു പോകുകയോ വേണ്ട. ഞങ്ങളുടെ ആവശ്യങ്ങളെ കണ്ണുനീരോട് ദൈവസന്നിധിയിൽ പറയുമ്പോൾ അത് കേട്ട് ഉത്തരം അരുളുവാനും നിങ്ങൾ പോകുന്ന സ്ഥലത്തിൽ നിങ്ങളോട് കൂടെ വരുവാനും ഇന്നും ദൈവദൂതന്മാരും കർത്താവ് നമുക്ക് സന്നദ്ധരായിരിക്കുമ്പോൾ പേടിച്ചോ ഭ്രമിച്ചോ ഈ ക്രിസ്തീയ ജീവിതം വിട്ട് ഓടിക്കളയാതിരിപ്പാൻ കർത്താവ് നിങ്ങൾക്ക് കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ വാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗസ്ഥ പിതാവേ, ഈ മരുഭൂമി യാത്രയിൽ ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മുമ്പായി വരുന്ന യുദ്ധങ്ങളെ കണ്ട്, അല്ലെങ്കിൽ പോർവിളികളെ കേട്ട്, അല്ലെങ്കിൽ നമുക്ക് വിരോധമായി വരുന്ന സകലവിധ അന്ധകാര ശക്തിയുടെ ക്രിയകളെയും കണ്ട് ഞങ്ങൾ പേടിച്ചോ ഭ്രമിച്ചോ പോകാതെ കർത്താവിൽ തന്നെ ആശ്രയിച്ച് ഇസ്രായേൽ ജനങ്ങളെ മരുഭൂമിയിൽ നടത്തിയ ദൈവം എന്നോട് കൂടെ ഉണ്ട് എന്ന ആശ്വാസത്തോടു കൂടെ മുമ്പോട്ട് പോകുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തരും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.